നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് തേർഡ് മോഡ്യൂളായിരുന്നു. തേർഡ് മോഡ്യൂൾ കഴിഞ്ഞു. നമ്മളിനി ഫോർത്ത് മോഡ്യൂളിലോട്ട് കിടക്കുകയാണ്. സോ നമ്മൾ ആദ്യത്തെ 3 മോഡ്യൂൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഫസ്റ്റ് മോഡ്യൂളിൽ മെറ്റൽ കട്ടിംഗ് എന്ന് പറയുന്ന ഫുൾ അനാലിസിസ് അല്ലേ, മെറ്റൽ കട്ടിങ്ങിൻ്റെ അനാലിസിസ്. സെക്കൻഡ് മോഡ്യൂള് ജനറൽ പർപ്പസ് മെഷീൻസ് അല്ലേ, ലൈക്ക് ലേത്ത് ആൻഡ് ഡ്രില്ലിംഗ്. തേർഡ് മോഡ്യൂളിൽ റെസിപ്രോക്കേറ്റിംഗ് മെഷീൻസ്. ഇനി ഫോർത്ത് മോഡ്യൂളിൽ സെപ്പറേറ്റ് ആയിട്ടൊരു മെഷീനാണ് പഠിക്കുന്നത്, മില്ലിംഗ് മെഷീൻ. ഓക്കെ, നമ്മൾ ഫോർത്ത് മോഡ്യൂളിൽ കംപ്ലീറ്റ് പഠിക്കുന്നത് ഒരു മില്ലിംഗ് മെഷീനെ പറ്റിയാണ്. ഓക്കെ ഓക്കെ സാർ. ഓക്കെ, സോ എന്താണ് മില്ലിംഗ്? ഓക്കെ, എന്താണ് മില്ലിംഗ്? മില്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മില്ലിംഗ് എന്ന് പറയുമ്പോൾ ഒരു മെറ്റൽ റിമൂവിങ് പ്രോസസ്സ് തന്നെയാണ് അല്ലേ. നമ്മൾ ഈ പഠിക്കുന്നതൊക്കെ ഒരു മെറ്റൽ റിമൂവിങ് പ്രോസസ്സാണ്. സോ മില്ലിംഗ് ഈസ് ഓൾസോ എ മെറ്റൽ റിമൂവിങ് പ്രോസസ്സ്. അതായത് ഒരു വർക്ക് പീസ് ഉണ്ടാവും, അതിൽ നിന്ന് നമ്മൾ മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്നു ബൈ കോണ്ടാക്റ്റിംഗ് എ ടൂൾ അല്ലേ, ഇൻ എ പ്രോപ്പർ വേ. അപ്പോൾ milling is the process of removing the metal from a workpiece by feeding it against a rotating multi-point cutting tool called milling cutter അല്ലേ. അതായത് ഒരു മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂള് ഉണ്ടാവും, നമുക്ക് വർക്ക് പീസ് ഉണ്ടാവും. സോ വി വിൽ ബി റിമൂവിങ് ദ മെറ്റൽ ഫ്രം ദാറ്റ് വർക്ക് പീസ് ബൈ ഫീഡിങ് ഇറ്റ് അഗെയിൻസ്റ്റ് എ റൊട്ടേറ്റിംഗ് മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ. മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ, റൊട്ടേറ്റിംഗ് മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂളിനെതിരെ നമ്മളൊരു വർക്ക് പീസ് ഫീഡ് ചെയ്തുകൊണ്ട് മെറ്റൽ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മില്ലിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂളിന് നമ്മൾ മില്ലിംഗ് കട്ടർ എന്ന് വിളിക്കും. ഓക്കെ, സോ ആക്ച്വലി ദിസ് കട്ടർ ഈസ് പ്രൊവൈഡഡ് വിത്ത് മെനി എഡ്ജസ് ദാറ്റ് റിമൂവ്സ് ദ മെറ്റൽ അറ്റ് എ ഫാസ്റ്റർ റേറ്റ്. ഓക്കെ, ഇനി ഈ മെഷീനിങ് ഫ്ലാറ്റ് സർഫേസസ്, സ്പൈറൽസ്, ഹെലിക്സ്, കട്ടിംഗ് കീ വേസ്, സ്ലോട്ട്സ്, ഗ്രൂവ്സ്, ഗിയേഴ്സ്, വി ബ്ലോക്സ്, ഇതൊക്കെ മെഷീൻ ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിക്കും? മില്ലിംഗ് ഉപയോഗിക്കും. ഓക്കെ, സോ മില്ലിംഗ് മെഷീൻസ് ഈസ് യൂസ്ഡ് ഫോർ മെഷീനിങ് ദീസ് types of surfaces like flat, spiral, helix, cutting keyways, grooves, cams, V-blocks and other complex counters. Okay, അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മില്ലിങ്ങിലാണ് നമുക്ക്, ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടല്ലേ സർഫേസ് ഫിനിഷിനെ പറ്റിയിട്ട്. സോ ഇൻ അക്കോർഡൻസ് വിത്ത് സർഫേസ് ഫിനിഷ് വി ക്യാൻ സേ ലൈക്ക് സർഫേസ് ഫിനിഷ് ആൻഡ് ആക്യുറസി എന്ന് പറയുന്ന സാധനം പ്രൊഡ്യൂസ്ഡ് ബൈ ദിസ് മില്ലിംഗ് ഈസ് സുപ്പീരിയർ ടു ദ അതർ മെഷീൻസ്. സാധാരണ നമ്മൾ ഇത്ര കാലം പഠിച്ച അതർ മെഷീൻസിനെ കൊണ്ട് ഫ്ലാറ്റ് സർഫേസാണ് ചെയ്യുന്നെങ്കിൽ പോലും ഇതിൽ സർഫേസ് ഫിനിഷ് ആൻഡ് ആക്യുറസി എന്ന് പറയുന്നത് മില്ലിങ്ങിൽ നമുക്ക് കുറച്ച് കൂടുതൽ കിട്ടും. ഓക്കെ, വിച്ച് ഈസ് സുപ്പീരിയർ ദാൻ ദ അതർ മെഷീൻസ്. ഓക്കെ, സോ ഒരു മില്ലിംഗ് കട്ടർ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹാവ് യു സീൻ എ മില്ലിംഗ് കട്ടർ? മില്ലിംഗ് കട്ടർ ഉണ്ടോ? കണ്ടിട്ടുണ്ട്. ഓക്കെ, മില്ലിംഗ് കട്ടർ കണ്ടിട്ടുണ്ട്. സോ ഒരു എക്സാമ്പിളിന് ഒരു കട്ടർ വീട്ടി, ഒരു മില്ലിംഗ് കട്ടർ അല്ലേ. ആക്ച്വലി ഒരു മില്ലിംഗ് കട്ടർ എങ്ങനെയാണ് ഉണ്ടാകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധനമാണ് നിങ്ങൾ കാണുന്ന മില്ലിംഗ് കട്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് എ മില്ലിംഗ് കട്ടർ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ഈ കാണുന്നതൊക്കെ പല ടൈപ്പ് ഓഫ് മില്ലിംഗ് കട്ടേഴ്സാണ്. സോ ഇറ്റ് ഹാവ് എ മൾട്ടി പോയിന്റ് അല്ലേ, മൾട്ടി പോയിന്റ്സ് ഇല്ലേ, കട്ടിംഗ് ടൂള് മൾട്ടി പോയിന്റ്സ് ആണ്, റൈറ്റ്? ഇതൊരു മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂളാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, ഇതും ഒരു കട്ടിംഗ് ടൂളാണ്, ഇതും ഒരു മില്ലറാണ്. ഓക്കെ, എൻഡ് മില്ലിംഗ് എന്ന് പറയുന്ന എൻഡ് മിൽ കട്ടറാണ്. ഓക്കെ, ദീസ് ഓൾ ആർ മില്ലിംഗ് കട്ടർ. ഇതിലും പിന്നെ നമ്മൾ ഇതേപോലെ ഒരു ഷേപ്പിൽ പഠിച്ച ഒരു ടൂളായിരുന്നു എന്ത്? ഡ്രില്ലിങ് അല്ലേ. ഡ്രിൽ ടൂൾ പഠിച്ചിട്ടില്ലേ? അതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതിൽ മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ ഉണ്ട് അല്ലേ, അതിലൊരു സിംഗിൾ പോയിന്റിന്റെ ബേസിസിലാണ് തുടങ്ങുന്നത് അല്ലേ. അത് കഴിഞ്ഞിട്ടാണ് 2 കട്ടിംഗ് എഡ്ജാണ് വരുന്നത് അല്ലേ. വിത്ത് എ സിംഗിൾ പോയിന്റ് ആൻഡ് ഡബിൾ കട്ടിംഗ് എഡ്ജസ് ആണ് ഒരു ഡ്രിൽ ബിറ്റ് വരുന്നത്. മില്ലിംഗ് കട്ടറിൽ അങ്ങനെയല്ല. മില്ലിംഗ് കട്ടേഴ്സ് ഇത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാലും മില്ലിംഗ് കട്ടേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഓക്കെ,
റൈറ്റ്? ജസ്റ്റ് കാണിച്ചത് മാത്രം. ഓക്കെ. ഓക്കെ സർ. സോ അങ്ങനെയാണ് ഒരു നമ്മുടെ മില്ലിംഗ് കട്ടർ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ ഉപയോഗിച്ചുകൊണ്ട് വി വിൽ റിമൂവ് a certain amount of metal from the workpiece to get a required shape and finish, surface finish. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മില്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ. സോ അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇൻ ദിസ് മില്ലിംഗ് പ്രോസസ് മെറ്റൽ ഈസ് റിമൂവ്ഡ് by moving the workpiece against a rotating milling cutter. Okay, the milling cutter is mounted on a rotating spindle called arbor. അതായത് നമ്മുടെ മില്ലിംഗ് കട്ടർ റൊട്ടേറ്റിംഗ് ആയിരിക്കും അല്ലേ, റൊട്ടേറ്റിംഗ് മില്ലിംഗ് കട്ടർ ആയിരിക്കും. ഇതിന് ഒരു വർക്ക് പീസ് ഉണ്ടാവും. ആ വർക്ക് പീസ് ഈ കട്ടറിനെതിരെ നമ്മൾ മൂവ് ചെയ്യും. സോ മെറ്റീരിയൽ വിൽ ബി റിമൂവ്ഡ് അല്ലേ. അപ്പം ഈ മില്ലിംഗ് കട്ടർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൊട്ടേറ്റിംഗ് സ്പിൻഡിൽ, അതായത് ഇപ്പം നമ്മൾ ഒരു റൊട്ടേറ്റിംഗ് സ്പിൻഡിൽ ഇതിന് മുന്നേ നമ്മൾ വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് വെച്ചിട്ടുണ്ട് അല്ലേ, ചക്കിൻ്റെ ഉള്ളിൽ നമ്മൾ ഇത് വെക്കുന്നു അല്ലേ. അപ്പം ഒരു റൊട്ടേറ്റിംഗ് ആയിട്ടുള്ള സ്പിൻഡിലിൻ്റെ റൊട്ടേറ്റിംഗ് സ്പിൻഡിലാണ് നമ്മൾ എന്ത് വെച്ചാൽ ഡ്രിൽ ബിറ്റ് വെച്ചിട്ടുള്ളത് അല്ലേ, ഡ്രിൽ ബിറ്റ് വെക്കുന്നത്, ടൂൾ വെക്കുന്നത് അല്ലേ. സോ അതേപോലെ നമ്മൾ ഡ്രിൽ ബിറ്റ് വെക്കുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മില്ലിംഗ് കട്ടർ മൗണ്ട് ചെയ്യും. ഓക്കെ, മില്ലിംഗ് കട്ടർ ഇസ് മൗണ്ടഡ് ഓൺ എ റൊട്ടേറ്റിംഗ് സ്പിൻഡിൽ കോൾഡ് arbor. ഓക്കെ, the workpiece is clamped on the table. ഓക്കെ, നമുക്ക് വർക്ക് പീസ് ടേബിളിൽ വെക്കും, നമ്മൾ ഫീഡ് ചെയ്യും. there are several work holding devices അല്ലേ, സാധാരണ വർക്ക് ഹോൾഡിംഗ് ഡിവൈസസ് ഒക്കെ വെച്ച് നമ്മൾ വർക്ക് പീസ് ഈസ് ക്ലാംപ്ഡ് ഓൺ ദ ടേബിൾ. ദെൻ കട്ടർ റൊട്ടേറ്റ്സ് അറ്റ് എ റിക്വയർഡ് കട്ടിംഗ് സ്പീഡ്. ഓക്കെ, കട്ടർ റൊട്ടേറ്റ് ചെയ്യും നമ്മൾ ഒരു റിക്വയർഡ് കട്ടിംഗ് സ്പീഡിൽ. വർക്ക് ഈസ് ഫെഡ് സ്ലോലി പാസ് ദ കട്ടർ മില്ലിംഗ് കട്ടർ. So the workpiece can be fed vertically, longitudinal or crosswise. അപ്പം നമുക്ക് എന്താ പറയാൻ പറ്റുക, ആസ് ദ വർക്ക് അല്ലേ, വർക്ക് ദ കട്ടിങ് എഡ്ജസ് വർക്ക് ചെയ്യുന്നതനുസരിച്ച് ദ കട്ടിങ് എഡ്ജസ് വിൽ റിമൂവ് ദ മെറ്റൽ ഇൻ ദ ഫോം ഓഫ് ചിപ്സ് അല്ലേ. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാം, ഒരു 2 ഫിഗർ കാണുന്നില്ലേ. സോ ഇത് ഒരു 2 ഫിഗറിൽ വ്യത്യാസങ്ങളുണ്ട് അല്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, വ്യത്യാസങ്ങളുണ്ട് അല്ലേ, ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലേ വ്യത്യാസങ്ങൾ. 2 ഫിഗർ ഉണ്ട്, 2 ഫിഗർ തമ്മിൽ വ്യത്യാസങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലേ? യെസ്. അപ്പം ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുന്നു, ഈ 2 ഫിഗറിൽ നിന്ന്? 2 ഫിഗറിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാവും? അതെ, ഒന്ന് അപ്പ് മില്ലിങ്ങും ആണ്, ഒന്ന് ഡൗൺ മില്ലിങ്ങും ആണ്. അതായത് ഇത് രണ്ടും ഒരു മില്ലിംഗ് പ്രോസസ്സുകളാണ്. ഓക്കെ, ഇത് ഞാനിപ്പോൾ ഒരു മില്ലിങ്ങിനെ പറ്റി പറയുമ്പോൾ നമ്മളൊരു വർക്കിംഗ് പ്രിൻസിപ്പിൾ പറഞ്ഞു. മില്ലിംഗ് കട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും, വർക്ക് പീസ് വിൽ ഫീഡ് അഗൈൻസ്റ്റ് എ മില്ലിംഗ് കട്ടർ എന്ന് പറഞ്ഞു അല്ലേ. സോ ആ ഒരു ടൈപ്പ് അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ്, 2 മെത്തേഡ്സ് ഓഫ് മില്ലിംഗ് ആണ് നിങ്ങളുടെ മുന്നിൽ കാണുന്നത്. ഞാൻ ജസ്റ്റ് ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കും. ജസ്റ്റ് ഈ ഫിഗർ മില്ലിങ്ങിൻ്റെ ഒരു കോമൺ ഫിഗർ, നമുക്കിപ്പം ഒരു വർക്കിംഗ് പ്രിൻസിപ്പിളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് വരയ്ക്കുന്ന ഒരു ഫിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയാണ്. ഒരു കട്ടർ ഉണ്ടാവും, ഒരു വർക്ക് പീസ് ഉണ്ടാവും, അതിൻ്റെ റൊട്ടേഷൻ കാണിക്കും. ദാറ്റ് ഈസ് ദ ഒരു ബേസിക് സ്കീമാറ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, സോ ആക്ച്വലി 2 എണ്ണമാണ്, അപ്പ് മില്ലിംഗ് ആൻഡ് ഡൗൺ മില്ലിംഗ്. നമുക്കതിന് വേറൊരു പേര് കൂടിയുണ്ട്. അപ്പ് മില്ലിംഗ് ഈസ് ഓൾസോ നോൺ ആസ് കൺവെൻഷണൽ മില്ലിംഗ്. ഡൗൺ മില്ലിംഗ് ഈസ് ഓൾസോ നോൺ ആസ് ക്ലൈംബ് മില്ലിംഗ്. ഈവൻ വേറൊരു പേര് കൂടിയുണ്ട്, ഇൻകട്ട് മില്ലിംഗ് എന്നും ചില സ്ഥലത്ത് പറയാറുണ്ട്. ഓക്കെ, ഇൻകട്ട് മില്ലിംഗ്. സോ കൺവെൻഷണൽ മില്ലിംഗ് ഓർ അപ്പ് മില്ലിംഗ്, ഡൗൺ മില്ലിംഗ് ഓർ ക്ലൈംബ് മില്ലിംഗ് ഓർ ഇൻകട്ട് മില്ലിംഗ്. ഓക്കെ, ഇതിൽ കുറേ വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. ബേസിക് ആയിട്ടുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത്, ഒന്ന് വർക്ക് ഈസ് ഫെഡ് അഗൈൻസ്റ്റ് എ മില്ലിംഗ് കട്ടർ, ഒന്ന് വർക്ക് ഫെഡ് വിത്ത് മില്ലിംഗ് കട്ടറാണ്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഫിഗറിൽ കണ്ടു കഴിഞ്ഞാൽ. ഒന്ന് കട്ടറിൻ്റെ എഗനിസ്റ്റ് ആയിട്ടാണ് അല്ലേ വർക്ക് പീസ് ഫീഡ് ചെയ്യുന്നത്. യു ക്യാൻ സീ ഇറ്റ് ഇൻ എ ലെഫ്റ്റ് ഫിഗർ. കട്ടറിന് എഗനിസ്റ്റ് ആയിട്ട് വർക്ക് പീസ്
ഫീഡ് ചെയ്യുന്നു. സോ വിൽ കോൾ ഇറ്റ് ആസ് അപ്പ് മില്ലിങ്. കട്ടർ കറങ്ങുന്ന സെയിം ഡയറക്ഷനിൽ തന്നെ വർക്ക് പീസ് ഫീഡ് ചെയ്യുന്നു, നോൺ ആസ് ക്ലൈംബ് മില്ലിങ്. ഓക്കെ, അപ്പ് മില്ലിങ് ആൻഡ് ഡൗൺ മില്ലിങ്. നിങ്ങൾ ആലോചിച്ചാൽ മതി എന്തുകൊണ്ട് അപ്പ് മില്ലിങ് എന്തുകൊണ്ട് ഡൗൺ മില്ലിങ് എന്നുള്ളത്. വർക്ക് പീസ് ഇങ്ങോട്ടേക്ക് വരുന്നു അല്ലേ, എഗനിസ്റ്റ് ആയിട്ട് വരുന്നു. കട്ടറിന്റെ പൊസിഷൻ അപ്പിലോട്ടാണ് കട്ട് ചെയ്യുന്നത്. ദാറ്റ്സ് വൈ ഇറ്റ്സ് മാസ്ക് അപ്പ് മില്ലിങ് എന്ന് പറയുന്നത്. മാറിപ്പോകരുത്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കേണ്ടിട്ട് വേണ്ടി മാത്രം ഞാൻ കോൺസെപ്റ്റ് പറയുന്നത് മാത്രം. ഓക്കെ, അപ്പിലോട്ട് കട്ട് ചെയ്യുന്നു. ഇതെങ്ങനെയാണ്? ഡൗണിലോട്ടാണ് കട്ട് വരുന്നത് അല്ലേ. ഡൗണിൽ കറങ്ങുന്ന സമയത്ത് ഡൗണിലോട്ടാണ് കട്ട് വരുന്നത്. നമ്മളെന്തോ ഒന്ന് ക്ലൈംബ് ചെയ്യാൻ കയറുന്നത് പോലെയുള്ള ഒരു പരിപാടിയാണ്. സോ ക്ലൈംബ് മില്ലിങ്. ഓക്കെ, ഇത് ജസ്റ്റ് വർക്കിംഗ് പ്രിൻസിപ്പളിന് ജസ്റ്റ് ഒരു ഫിഗർ കാണിക്കേണ്ടതുകൊണ്ട് കാണിച്ചെന്ന് മാത്രം. ദിസ് ഇസ് ഇറ്റ്. ഓക്കെ, അപ്പോൾ മില്ലിങ് എന്ന് പറയുന്ന പ്രോസസ്സ് എന്താണെന്നുള്ളത് വളരെ സിമ്പിൾ അല്ലേ. സ്വാഭാവികമായും നമ്മൾ ബാക്കിയുള്ള എല്ലാ മെറ്റീരിയൽ റിമൂവൽ പ്രോസസ്സ് പഠിച്ചതുപോലെ തന്നെ വി ഡു ഹാവ് എ കട്ടർ അല്ലേ. ദാറ്റ് ഒരു മില്ലിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്ന കട്ടറിന് മില്ലിംഗ് കട്ടർ എന്ന് പറയുന്നു. സോ ആക്ച്വലി വി ആർ സ്റ്റഡിങ് അബൌട്ട് ഹൗ മെറ്റൽ ഈസ് കട്ടിങ് അല്ലേ. മെറ്റൽ എങ്ങനെ കട്ട് ചെയ്യുന്നു എന്നാണ് നമ്മൾ പഠിക്കുന്നത്. സോ ദർ ആർ ഡിഫറെൻറ്റ് മെഷീൻസ് ആൻഡ് വൺ ഓഫ് ദ മെഷീൻ ഈസ് മില്ലിംഗ് മെഷീൻ ആൻഡ് വൺ ഓഫ് ദ പ്രോസസ് ഈസ് മില്ലിംഗ് പ്രോസസ് അല്ലേ. സോ ഒരു മില്ലിംഗ് എന്ന് പറയുന്നത് എങ്ങനെ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, സോ about a milling machine, before going into deep about a milling machine, we should know what is the working principle. ഒരു സാധാരണ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു മില്ലിംഗ് മെഷീനിൽ സംഭവിക്കുന്ന ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ. സോ അത് ബാക്കിയുള്ള മെഷീൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പം സെയിം ആണ് അല്ലേ. ഒരു നമുക്കൊരു കട്ടർ ഉണ്ടാവും, അല്ലെങ്കിൽ കൺസിഡർ ഇറ്റ് ഈസ് എ ഡ്രില്ലിംഗ്, വി ഡു ഹാവ് എ കട്ടർ കോൾഡ് എ ഡ്രിൽ ബിറ്റ്. ഇവിടെ മില്ലിംഗ് ആണെങ്കിൽ നമ്മൾ വി വിൽ കോൾ ഇറ്റ് ആസ് മില്ലിംഗ് കട്ടർ അല്ലേ. അതുമാത്രമല്ലേ വ്യത്യാസമുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നമുക്ക് വർക്കിംഗ് പ്രിൻസിപ്പിളിൽ വ്യത്യാസമുണ്ട്, പക്ഷെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ സെയിം ആണ്. നമ്മൾ ടൂൾ ഹോൾഡ് ചെയ്യുന്നു, വർക്ക് ഹോൾഡ് ചെയ്യുന്നു അല്ലേ. ഏത് മൂവ് ചെയ്യുന്നു എന്നുള്ളതാണ് വ്യത്യാസം. എങ്ങനെയാണ്, എന്ത് ടൈപ്പാണ് എന്നൊക്കെയാണ് വ്യത്യാസം വരുന്നത്. ഓക്കെ, സോ കോമൺലി വി ആർ റിമൂവിങ് എ പീസ് ഓഫ് മെറ്റൽ in a blank of a blank, and we are making it into a required shape and size with a particular surface finish. അപ്പോൾ അങ്ങനെ പറയുന്ന രീതിയിൽ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മില്ലിംഗ് കട്ടറിൻ്റെ അല്ലെങ്കിൽ മില്ലിംഗ് മെഷീൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. ഓക്കെ, സോ വളരെ ബേസിക് ആയിട്ട് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഒരു മില്ലിംഗ് ഒരു വർക്ക് പീസ് ഉണ്ടാവും. വർക്ക് പീസ് വിൽ ബി മൂവ്ഡ് അഗൈൻസ്റ്റ് എ റൊട്ടേറ്റിംഗ് മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ അല്ലേ. ഇനി സ്പെസിഫിക്കേഷൻ ഓഫ് എ മില്ലിംഗ് മെഷീൻ. നമ്മൾ എല്ലാ മെഷീൻ്റെയും സ്പെസിഫിക്കേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ. സോ ലൈക്ക് വൈസ് സ്പെസിഫിക്കേഷൻ ഓഫ് എ മില്ലിംഗ് മെഷീൻ. മില്ലിംഗ് മെഷീനെ നമ്മൾ എങ്ങനെ സ്പെസിഫൈ ചെയ്യുന്നു? ഓക്കെ, ഹൗ വി സ്പെസിഫൈ എ മില്ലിംഗ് മെഷീൻ. ഫസ്റ്റ് വൺ ഈസ് ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഓഫ് ദ ടേബിൾ അല്ലേ. ടേബിൾ ലെങ്ത്തും വിഡ്ത്തും, ടേബിളിൻ്റെ ലെങ്ത്തും വിഡ്ത്തും, അതായത് നമുക്ക് വർക്ക് പീസ് ഹോൾഡ് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ ടേബിളിൻ്റെ അല്ലെങ്കിൽ ടോട്ടൽ ടേബിളിൻ്റെ വർക്ക് ഹോൾഡിംഗ് ഡിവൈസസിൻ്റെ അല്ല, ടേബിളിൻ്റെ ടോട്ടൽ ടേബിളിൻ്റെ ലെങ്ത്തും വിഡ്ത്തും. ഇനി മാക്സിമം ലോങ്ങിറ്റ്യൂഡിനൽ ക്രോസ് ആൻഡ് വെർട്ടിക്കൽ ട്രാവൽ ഓഫ് ദ ടേബിൾ. ഈ ടേബിളിൻ്റെ ടോട്ടൽ ലോങ്ങിറ്റ്യൂഡിനൽ ക്രോസ് ആൻഡ് വെർട്ടിക്കൽ ട്രാവൽ, അതായത് ഈ ടേബിളിന് എങ്ങനെയൊക്കെ മൂവ് ചെയ്യാൻ പറ്റും, മാക്സിമം എത്ര ലെങ്ത്തിൽ മൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, തേർഡ് വൺ ഈസ് നമ്പർ ഓഫ് സ്പിൻഡിൽ സ്പീഡ്സ് ആൻഡ് ഫീഡ്സ്. കോമൺലി അല്ലേ, നമ്പർ ഓഫ് സ്പിൻഡിൽ സ്പീഡ്സ്, എത്ര സ്പീഡ് കിട്ടും, എത്ര ഫീഡ് കൊടുക്കാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, പവർ ഓഫ് എ ഡ്രൈവിംഗ് മോട്ടോർ, നെറ്റ് വെയിറ്റ് ഓഫ് ദ മെഷീൻ, യു നോ ദാറ്റ്. Standard taper hole size of a spindle. Okay, standard taper hole size of a spindle. Spindle in the standard hole size. Then distance from the spindle nose to the table surface. ഈ ലാസ്റ്റ് 2 പോയിന്റിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയാലോ, എങ്ങനെയാണ് എന്ന് ഊഹിക്കാൻ പറ്റുന്നുണ്ടല്ലോ.
വൺ ഈസ് സ്പിൻഡിൽ അല്ലെ, നമ്മൾ സ്പിൻഡിലിൻ്റെ ഉള്ളിലാണ് എന്ത് വെക്കുന്നത്, മില്ലിംഗ് കട്ടർ വെക്കുന്നത്. സോ അതിൻ്റെ സ്റ്റാൻഡേർഡ് ടാപ്പറിൻ്റെ ഹോൾ സൈസ്. ഓക്കെ, ഇനി ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഈ ഡ്രിൽ ബിറ്റൊക്കെ വെക്കുന്ന സമയത്ത് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സൈസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൻ്റെ ഈ പർട്ടിക്കുലർ സ്പിൻഡിലോട്ട് നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. സോ ഇൻ കേസ് വി ഹാവ് എന്താ പറയുക, ഒരു ടാപ്പേർഡ് ഷാങ്ക് ഉള്ള ഒരു സാധനമൊക്കെ നമുക്ക് വെക്കുന്ന സമയത്ത് അല്ലേ, ടാപ്പേർഡ് ഷാങ്ക് വെക്കണം, അതിന് കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്യണം എന്നുള്ള സമയത്ത് നമുക്ക് വേറെ തന്നെ ഒരു സ്ലീവ് പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു അല്ലെ ഡ്രിൽ ബിറ്റിൽ. അതുപോലെ തന്നെ ഈ സ്പിൻഡിലിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ടാപ്പർ ഹോൾ സൈസ് ഉണ്ടാവും. സോ അതിന് അതുകൊണ്ടാണ് ആ ഒരു പർട്ടിക്കുലർ ടൈപ്പ് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സൈസ് ഓഫ് ദ കട്ടർ മാത്രമാണ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ബാക്കി ഹോൾഡ് ചെയ്യണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ടൂൾ ഹോൾഡിങ് ഡിവൈസസും കാര്യങ്ങളും യൂസ് ചെയ്യണം. ഓക്കെ, ദെൻ ദ ഡിസ്റ്റൻസ് ഫ്രം സ്പിൻഡിൽ നോസ് ടു ടേബിൾ സർഫേസ്, അതായത് സ്പിൻഡിലിൻ്റെ നോസ് മുതൽ ടേബിളിൻ്റെ സർഫേസ് വരെയുള്ള ഡിസ്റ്റൻസ്. ഇത്രയുമാണ് നമ്മുടെ ഒരു മില്ലിംഗ് മെഷീനിനെ സ്പെസിഫൈ ചെയ്യുന്ന രീതി. സോ ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഓഫ് ദ ടേബിൾ, maximum longitudinal, cross and vertical travel of the table, number of spindle speeds and feeds, power of a driving motor, net weight of the machine, standard taper hole size of the spindle, distance from the spindle nose to table surface. ജനറലി ഇതിൽ വലിയ ഡൗട്ടൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല അല്ലേ. സാധാരണ ഒരു മെഷീൻ എങ്ങനെ സ്പെസിഫൈ ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സും പിന്നെ എക്സ്ട്രാ ഒരു മില്ലിംഗ് മെഷീൻസിന്റെ പർട്ടിക്കുലർ പോയിന്റ്സും അല്ലേ. യെസ്. നെക്സ്റ്റ് നമുക്ക് ടൈപ്സ് ഓഫ് മില്ലിംഗ് മെഷീൻസ് ആയിരിക്കും വരിക. ഓക്കെ, ടൈപ്സ് ഓഫ് മില്ലിംഗ് മെഷീൻസ് എന്ന് പറയുമ്പം we can classify it as 4 types really. ഒന്ന് കോളം ആൻഡ് നീ ടൈപ്പ് മെഷീൻസ് എന്ന് പറയും. കോളം ആൻഡ് നീ ടൈപ്പ് മില്ലിംഗ് മെഷീൻ. സെക്കൻഡ് വൺ ഈസ് ബെഡ് ടൈപ്പ് മില്ലിംഗ് മെഷീൻ. തേർഡ് വൺ ഈസ് പ്ലാനാർ ടൈപ്പ് മില്ലിംഗ് മെഷീൻ. ഫോർത്ത് വൺ ഈസ് സ്പെഷ്യൽ പർപ്പസ് മില്ലിംഗ് മെഷീൻ. ഓക്കെ, 4 ടൈപ്പ് മില്ലിംഗ് മെഷീൻസ് ആയിട്ടാണ് നമ്മൾ പൊതുവെ ജനറലി കൺവേർട്ട് ചെയ്യുന്നത്. ഇനി അതിനുള്ളിൽ തന്നെ കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അതായത് കോളം ആൻഡ് നീ ടൈപ്പ് തന്നെ ഒരു 4 ടൈപ്പ് ഉണ്ട്. ഓക്കെ, ബെഡ് ടൈപ്പ് ഉണ്ട്, അതേപോലെ സ്പെഷ്യൽ പർപ്പസും പല ടൈപ്സ് കാര്യങ്ങളുണ്ട്. ഇതിൽ നമ്മൾ ഡീപ്പായിട്ട് നോക്കുന്നത് ശരിക്ക് കോളം ആൻഡ് നീ ടൈപ്പ് ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് വെരി കോമൺലി യൂസ്ഡ്. ഓക്കെ, ഒരു ജനറൽ പർപ്പസ് മെഷീനാണ്. ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ജനറൽ പർപ്പസ് മെഷീൻ. ഓക്കെ, ഈ പറയുന്നത് ഈ ജനറൽ പർപ്പസ് മെഷീൻസ് തന്നെയാണ് നമ്മൾ ഈ പറയുന്ന ലെയ്ത്ത് അല്ലെങ്കിൽ ഡ്രില്ലിങ്, ഈ റെസിപ്രോക്കേറ്റിംഗ് മെഷീൻസ്, മില്ലിംഗ് മെഷീൻ, ഇതൊക്കെ ഒരു ജനറൽ പർപ്പസ് മെഷീൻസ് ആണ്. ഓക്കെ, ഇതൊക്കെ ഒരു ജനറൽ പർപ്പസ് മെഷീൻസ് ആണ്. ജനറൽ പർപ്പസ് മെഷീൻ ആയിട്ട് നമ്മൾ ഫസ്റ്റ് പഠിച്ചത് ലെയ്ത്ത് ആണ്. ദെൻ വി ഡയറക്ട്ലി ഗോൺ ടു ഡ്രില്ലിംഗ്. ആഫ്റ്റർ ദാറ്റ് റെസിപ്രോക്കേറ്റിംഗ് മെഷീൻസ്, നൗ ഇൻ മില്ലിംഗ് മെഷീൻ. അപ്പോൾ ഇത്രയും മെഷീൻസ്. ഇനി ഒരു മെഷീനും കൂടി പഠിക്കാനുണ്ട്, ഗ്രൈൻഡിങ് മെഷീൻ എന്ന് പറയും. അത് നമ്മൾ 5th മോഡ്യൂളിൽ പഠിക്കും. ഓക്കെ, അപ്പം ഇപ്പോൾ നിങ്ങൾക്ക് ഡ്രില്ലിംഗ് മെഷീൻ്റെ ടൈപ്സ് അറിയാം അല്ലേ. ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡ്രില്ലിംഗ് മെഷീൻസ്, ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലെയ്ത്ത്സ്. അതുപോലെ തന്നെ ദർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസിപ്രോക്കേറ്റിംഗ് മെഷീൻസ് ലൈക്ക് ഷേപ്പർ, പ്ലാനർ ആൻഡ് അല്ലേ. ഈ ഷേപ്പറിൽ തന്നെ പല ടൈപ്പ് ഓഫ് ഷേപ്പർ ഉണ്ട്, പല ടൈപ്പ് ഓഫ് പ്ലാനർ ഉണ്ട്, പല ടൈപ്പ് ഓഫ് സ്ലോട്ടർ ഉണ്ട്. സോ ലൈക്ക് വൈസ് പല ടൈപ്പ് ഓഫ് മില്ലിംഗ് മെഷീൻസ് ഉണ്ട്. ഓക്കെ, പല ടൈപ്സ് ഓഫ് മില്ലിംഗ് മെഷീൻസിൽ 4 ടൈപ്പാണ് കോമൺ ആയിട്ട് വന്നത്. ഓക്കെ, 4 ടൈപ്പ് മെഷീനാണുള്ളത്. സോ they are column and knee type, bed type milling machine, planar type milling machine and special purpose type milling machine. Among the available variety of these milling machines, column and knee type milling machines are most commonly used. Okay, അപ്പോൾ ഈ column and knee type milling machine നെ പറ്റിയിട്ട് കുറച്ച് കൂടുതൽ പഠിക്കാം. So it is a commonly used general purpose machine. Okay, ഇതിൻ്റെ പേര് പോലെ തന്നെ കോളം ആൻഡ് നീ അല്ലേ, കോളം ആൻഡ് നീ ടൈപ്പ് എന്ന് പറയുന്നത് പോലെ തന്നെ നമുക്ക് ഒരു വർക്ക് ടേബിള് ഒരു നീ ലൈക്ക് കാസ്റ്റിംഗ്, നീ ലൈക്ക് കാസ്റ്റിംഗ് വെച്ചിട്ട് സപ്പോർട്ട് ചെയ്തിട്ടാണ് ഉണ്ടാവുക വർക്ക് ടേബിള്. അതുകൊണ്ടാണ് അതിനെ കോളം ആൻഡ് നീ ടൈപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ,
ഈ ഒരു ഫാക്റ്റ് കൊണ്ടാണ് അതിന് ഇങ്ങനെ ഒരു പേര് വന്നത്, ഡിറൈവ് ചെയ്തത്. ഓക്കെ, സോ ദർ ആർ 4 ടൈപ്സ് ഓഫ് കോളം ആൻഡ് നീ ടൈപ്പ്. നമുക്ക് 4ആയിട്ട് പറയാം. വൺ ഈസ് ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻ, then vertical milling machine, universal milling machine, and omniversal milling machine. Okay, there are 4 type of column, or we can say that like column and knee type milling machine has been in 4 type. First one is horizontal type and vertical type, then omniversal and universal. Okay, universal and omniversal. അതുപോലെ ബെഡ് ടൈപ്പ്, സിംപ്ലക്സ്, ഡ്യൂപ്ലക്സ്, ട്രിപ്ലക്സ് എന്നുണ്ട്. അതുപോലെ സ്പെഷ്യൽ പർപ്പസ് മെഷീൻ, മില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത് പല ടൈപ്പ് ഓഫ് മില്ലിംഗ് മെഷീൻസ് ഉണ്ട്. ക്യാം മില്ലിംഗ്, പ്ലാന്ററി മില്ലിംഗ്, പ്രൊഫൈൽ മില്ലിംഗ്, ഡ്രം മില്ലിംഗ്, ഡ്യൂപ്ലിക്കേറ്റിംഗ് മില്ലിംഗ്, ഇതൊക്കെ പല ടൈപ്പ് ഓഫ് സ്പെഷ്യൽ പർപ്പസ് മില്ലിംഗ് മെഷീൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഇപ്പം പഠിക്കാൻ പോകുന്നത് കോളം ആൻഡ് നീ ടൈപ്പ് മില്ലിംഗ് മെഷീനാണ്. ഓക്കെ, കോളം ആൻഡ് നീ ടൈപ്പ് മില്ലിംഗ് മെഷീൻ. സോ കോളം ആൻഡ് നീ ടൈപ്പ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ദിസ് ഇസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് അല്ലേ, മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് മില്ലിംഗ് മെഷീൻ ആണ് കോളം ആൻഡ് നീ ടൈപ്പ് മില്ലിംഗ് മെഷീൻ. ആദ്യം ഞാൻ നിങ്ങൾക്കൊരു ഫിഗർ കാണിച്ചു തരാം. നിങ്ങൾ ഈ കാണുന്നൊരു ഫിഗർ ഇല്ലേ, റൈറ്റ്, കാണാൻ പറ്റുന്നില്ലേ ഫിഗർ? ഓക്കെ, ഇങ്ങനെയാണ് ഒരു കോളം ആൻഡ് നീ ടൈപ്പ് മില്ലിംഗ് മെഷീൻ ഉണ്ടാവുക. ഓക്കെ, നമ്മൾ ആദ്യം എല്ലാ മില്ലിംഗ് മെഷീൻസും പറഞ്ഞു കഴിഞ്ഞിട്ട് ഐ വിൽ ഷോ യു ദ വീഡിയോ. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിന് ഞാൻ വീഡിയോ കാണിച്ചു തരാം. നമ്മൾ ടോട്ടൽ മില്ലിംഗ് മെഷീൻസ്, അതായത് കോളം ആൻഡ് നീ ടൈപ്പ് എത്ര ടൈപ്പ് ഉണ്ടോ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആ വീഡിയോ കാണുന്ന സമയത്ത് വി വിൽ ഫിനിഷ് ദ പാർട്സ് ഓൾസോ. ഓക്കെ, ആദ്യം നമ്മൾ ടൈപ്സ് പറയുന്നു, ദെൻ വി വിൽ ഗോ ടു പാർട്സ്. ഓക്കെ, കോളം ആൻഡ് നീ ടൈപ്പ് അല്ലേ, കോളം ആൻഡ് നീ ടൈപ്പിൻ്റെ ഫിഗറാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പം ബേസിക് ആയിട്ട് ഞാനിപ്പം ജസ്റ്റ് ഒന്ന് പാർട്സ് പറയാം, എന്തൊക്കെ പാർട്സ് ഉണ്ട് എന്നുള്ളത്. ആസ് യു ഓൾറെഡി നോ ദർ ആർ പ്രിൻസിപ്പൽ പാർട്സ് അല്ലേ, കുറേ പാർട്സ് ഉണ്ടാവും ഒരു മില്ലിംഗ് മെഷീൻ ആകുമ്പോൾ. ദാറ്റ് ഈസ് ബേസ് ഉണ്ട്, കോളം ഉണ്ട്, നീ എന്ന് പറയും, KNEE കാണുന്നില്ലേ, നീ എന്ന് പറയുന്നു. ഓക്കെ, ദെൻ യു ഹാവ് എ സാഡിൽ, an over arm, സ്പിൻഡിൽ, ആർബർ. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവണം. നൗ ഓവർ ആമിനെയാണ് നമ്മളിപ്പോൾ ഇവിടെ റാം എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നത്. ഓക്കെ, റാം എന്ന് പറയുന്നത് ഓവർ ആമാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഈ ഓവർ ആം സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരു ടൂൾ ഹെഡ് ഉണ്ടാവും, അതായത് ടൂൾ എവിടെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളവരാണ് പറയുന്നത്. ഇനി കോളം ആൻഡ് നീ ടൈപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ടു മെയിൻ സ്ട്രക്ചറൽ എലമെന്റ്സ്, ഒരു കോളം ഷേപ്പ്ഡ് മെയിൻ ഫ്രെയിമും ഒരു നീ ഷേപ്പ്ഡ് പ്രൊജക്ഷനും. ഇതാണ് നിങ്ങൾ കാണുന്നത്. ഒരു കോളം ഉണ്ട്, ഒരു നീ ഷേപ്പ്ഡ് പ്രൊജക്ഷനും ഉണ്ട്. ഓക്കെ, ഒരു നീ ഷേപ്പ്ഡ് പ്രൊജക്ഷനും ഉണ്ട്. സോ ഇതിൽ കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ ഈ പേര് പറഞ്ഞു അല്ലേ, കോളം ആൻഡ് നീ എന്ന് പറയുന്നത് നമ്മൾ ടേബിള് ഒരു നീ ടൈപ്പ് കാസ്റ്റിങ്ങിൻ്റെ മേലെയാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വർക്ക് ടേബിൾ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ദ വർക്ക് ടേബിൾ ഈസ് സപ്പോർട്ടഡ് ഓൺ എ നീ ലൈക്ക് കാസ്റ്റിംഗ്. ഇനി ഈ നീ ലൈക്ക് കാസ്റ്റിങ്ങിന് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ സ്ലൈഡ് ചെയ്യാൻ പറ്റും വേർട്ടിക്കലി. ഓക്കെ, which can slide in a vertical direction along a vertical column. നിങ്ങൾക്ക് ഫിഗർ കാണാൻ പറ്റും. യു ഹാവ് എ വെർട്ടിക്കൽ കോളം ഹിയർ, റൈറ്റ്? ഈ ഫിഗർ കാണാൻ പറ്റത്തില്ല. യു ഹാവ് എ വെർട്ടിക്കൽ കോളം ഹിയർ, ദെൻ യു ഹാവ് എ നീ ഹിയർ അല്ലേ, താഴെയുള്ള ഈ ഒരു സാധനത്തിനാണ് നീ എന്ന് പറയുന്നത്. അപ്പം ഈ വെർട്ടിക്കൽ കോളത്തിൽ ഈ നീക്ക് വെർട്ടിക്കലായിട്ട് മേലോട്ടും താഴോട്ടും അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് മൂവ്മെന്റ് ഉണ്ട്. ഓക്കെ, വെർട്ടിക്കൽ മൂവ്മെന്റ് ബൈ മൂവിങ് ദ നീ എന്നാണ് പറയാ. ഓക്കെ, വെർട്ടിക്കൽ മൂവ്മെന്റ് ബൈ മൂവിങ് ദ നീ. ഓക്കെ, സോ കോളം ആൻഡ് നീ ടൈപ്പ് classified based on various methods of supplying power to the table, different movements of the table,
ഡിഫറെൻറ്റ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് ഈ കോളം ആൻഡ് നീ ടൈപ്പ് എന്ന് പറയുന്ന സാധനം 4ആയിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുള്ളത്. അതായത് പ്ലെയിൻ ഓർ ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻ, വേർട്ടിക്കൽ മില്ലിംഗ് അല്ലേ, വേർട്ടിക്കൽ മില്ലിംഗ് കോളം നീ ടൈപ്പ് മെഷീൻ, യൂണിവേഴ്സൽ മില്ലിംഗ് മെഷീൻ ഉണ്ട്, അതുപോലെ എന്തുണ്ട്, ഒംനിവേഴ്സൽ മില്ലിംഗ് മെഷീൻ ഉണ്ട്. ഇനി ഒരു മൂവ്മെൻറ്റ്സിനെ പറ്റിയിട്ട് ജസ്റ്റ് പറയുകയാണെങ്കിൽ എങ്ങനെയുണ്ടാവുക മൂവ്മെൻറ്റ്സ്. ഒരു സാധാരണ ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ നമുക്ക് മൂവ്മെൻറ്റ്സിനെ പറ്റി പറയാനാണെങ്കിൽ ദ വേർട്ടിക്കൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് മൂവിങ് ദ നീ ആയിരിക്കും അല്ലേ. നീ മൂവ് ചെയ്തുകൊണ്ടുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേർട്ടിക്കൽ മൂവ്മെൻറ്റ് വരുന്നത്. ഇനി ക്രോസ് വൈസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ സാഡിൽ അല്ലെ, ക്രോസ് വൈസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ സാഡിലിൻ്റെ മൂവ്മെൻറ്റിയാണ് നമ്മൾ ക്രോസ് വൈസ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ലോങ്ങിറ്റ്യൂഡിനൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ദിസ് വൺ ഈസ് ദ വർക്ക് ടാബിൾ ലോങ്ങിറ്റ്യൂഡിനൽ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ 3 മൂവ്മെൻറ്റ് കോമൺ ആയിട്ട് ഉണ്ടാകുന്നതാണ്. ദർ ഇസ് അനദർ ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ്, ആംഗുലാർ മൂവ്മെൻറ്റ് ഓഫ് ദ ടേബിള്. അതിന് ഈ ടേബിള് നമുക്ക് സാധാരണ സ്വില്ലിങ് ചെയ്യുന്നതാണ്. ബേസിൽ വെച്ചിട്ട് ടേബിൾ സ്വില്ല് ചെയ്യുന്നതിനാണ് നമ്മൾ ആംഗുലാർ മൂവ്മെൻറ്റ് ഓഫ് ദ ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഡിഫറെൻറ്റ് മൂവ്മെൻറ്റ്സിനെ പറ്റിയിട്ട് ഓഫ് ദ ടേബിളും ഡിഫറെൻറ്റ് ആക്സിസ് ഓഫ് റൊട്ടേഷനൊക്കെ വെച്ചിട്ടാണ് നമുക്ക് ഇനി കോളം ആൻഡ് നീ ടൈപ്പ് ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് പറയുന്നത്. സോ ഒരു കോളം ആൻഡ് നീ ടൈപ്പിൽ വരുന്ന ഡിഫറെൻറ്റ് പാർട്സ് എന്ന് പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അല്ലാണ്ട് ഒരു പാർട്സ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പറയാം, സെപ്പറേറ്റ് ആയിട്ട് ഓരോന്നിൻ്റെയും ഫങ്ഷൻസും പറയാം. പിന്നെ അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഈ ഒരു കോളം ആൻഡ് നീ ടൈപ്പിൻ്റെ ഡിഫറൻസ് പറയുന്നതാണ്. വേറെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോളം ആൻഡ് നീ ടൈപ്പ് അല്ലേ. അപ്പോൾ ഓരോന്നിൻ്റെയും ഡിഫറൻസ് നമുക്ക് ആദ്യം നോക്കാം. സോ ഈ മൂവ്മെൻറ്റ്സ് എല്ലാവർക്കും ഓക്കെ അല്ലേ. ഈ ഒരു മെഷീൻസിൽ, അതായത് വർക്ക് പീസ് നമ്മൾ ഒരു ടേബിളിൽ വെച്ചതിന് ശേഷം ദർ ആർ ദീസ് ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ്സ്. ഒരു കോളം ആൻഡ് നീ ടൈപ്പ്, അതിപ്പോൾ ഏതായിക്കോട്ടെ, ഹൊറിസോണ്ടൽ ആയിക്കോട്ടെ, വെർട്ടിക്കൽ ആയിക്കോട്ടെ, യൂണിവേഴ്സൽ ആയിക്കോട്ടെ, ഒംനിവേഴ്സൽ ആയിക്കോട്ടെ, നമുക്ക് 3 മൂവ്മെൻറ്റ് എന്തായാലും ഉണ്ട്. 3 മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ഒന്ന് വേർട്ടിക്കൽ മൂവ്മെൻറ്റ് ബൈ മൂവിങ് ദ നീ. ഈ സെഡ് എന്ന് പറഞ്ഞിട്ട് എഴുതിയൊരു മൂവ്മെൻ്റ് ആണല്ലോ, റൈറ്റ്. വേർട്ടിക്കൽ മൂവ്മെൻറ്റ് നീ വെച്ചിട്ട്. ഓക്കെ, ഇനി ക്രോസ് വൈസ് മൂവ്മെന്റ് സാഡിൽ വെച്ചിട്ട്. അതേതാ മൂവ്മെന്റ്? വൈ. എഴുതിയ പ്രകാരമാണ് ഞാൻ പറയുന്നത്. സാഡില് വൈ, അത് തന്നെയാണ് ക്രോസ് വൈസ് മൂവ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ ലോങ്ങിറ്റ്യൂഡിനൽ മൂവ്മെന്റ് ബൈ മൂവിങ് ദ ടേബിൾ, അതേതാണ്? ഇവിടെ എക്സ്. ഈ 3 മൂവ്മെന്റിനെ പറ്റി എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടല്ലോ. ഇപ്പോൾ സെഡ്, വൈ, എക്സ് ജസ്റ്റ് ഞാനിങ്ങനെ നെയിം ചെയ്തെന്ന് മാത്രം, എക്സ് വൈ സെഡ് എന്നുള്ള രീതിയിൽ ഈ ഫിഗറിൽ നെയിം ചെയ്തെന്ന് മാത്രം, റൈറ്റ്. സെഡ് എന്ന് പറയുന്നത് നീൻ്റെ മൂവ്മെൻറ്റ് മേലോട്ടും താഴോട്ടും അലോങ് എ വേർട്ടിക്കൽ കോളം, വേർട്ടിക്കൽ സ്ലൈഡിങ് ആണ് പറയുക നീ. ദെൻ സാഡിൽ അല്ലേ, സാഡിൽ നീൻ്റെ മേലെ ഒരു സാഡിൽ ഉണ്ടാവും, അതിൻ്റെ മേലെയാണ് വർക്ക് ടേബിൾ വരുന്നത്. സോ ദിസ് സാഡിൽ ക്യാൻ മൂവ് ക്രോസ് വൈസ്. ഓക്കെ, ക്രോസ് വൈസ് മൂവ്മെൻറ്റ് ഓഫ് ദ സാഡിൽ. Then comes this vertical horizontal movement അല്ലെങ്കിൽ longitudinal movement by moving the table. ഓക്കെ, 4ാമത്തെ മൂവ്മെന്റ് പഠിക്കാം. ഈ 3 മൂവ്മെന്റ് ആണ് നമ്മളെ മെയിൻ മൂവ്മെന്റ്സ്. ഓക്കെ, റൈറ്റ്. ഓക്കെ സർ. നൗ ഹാൻഡ് മില്ലിംഗ് മെഷീൻ, അതായത് നമ്മൾ സാധാരണ ഹോറിസോണ്ടൽ മില്ലിംഗ് മെഷീൻ യൂസ്ഡ് ടു മേക്ക് സിമ്പിൾ ലൈറ്റ് മില്ലിംഗ് ഓപ്പറേഷൻസ് ലൈക്ക് കട്ടിംഗ് ഗ്രൂവ്സ്, ഷോർട്ട് കീവേസ് ഒക്കെ സിമ്പിൾ ആയിട്ടുള്ള വർക്ക്സ്, ലൈറ്റ് ആയിട്ടുള്ള മില്ലിംഗ് ഓപ്പറേഷൻസ് ക്യാരി ചെയ്യാനുള്ള ഒരു ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ്സ് ഒക്കെ വരുന്നത്, അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്നതിനാണ് ഹാൻഡ് മില്ലിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഫീഡിങ് മൂവ്മെൻറ്റ് ഓഫ് ദ ടേബിൾ ഈസ് കൺട്രോൾഡ് ബൈ ഹാൻഡ്. നമ്മൾ ടേബിളിൻ്റെ ഫീഡിങ് ഹാൻഡ് കൊണ്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. കട്ടർ ഈസ് മൗണ്ടഡ് ഓൺ ദ ഹൊറിസോണ്ടൽ ആർബർ ആൻഡ് ഈസ് റൊട്ടേറ്റഡ് ബൈ മോട്ടോർ പവർ.
കട്ടർ ഇസ് മൗണ്ടഡ് ഓൺ ദ ഹോറിസോണ്ടൽ ആർബർ. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഒരു ആബറിൻ്റെ മേലെ ആണ് നമ്മൾ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ആബർ ഉണ്ടാവും. ആബർ എന്ന് പറയുന്നത് ഒരു ടൂൾ ഹോൾഡ് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ, ടൂൾ ഹോൾഡിംഗ് ഡിവൈസ് ആണ് ആബർ എന്ന് പറയുന്നത്, ARBOR. ഓക്കെ, സ്റ്റഡി ഇറ്റ് ലേറ്റർ. ടൂൾ ഹോൾഡിംഗ് ഡിവൈസ് സെപ്പറേറ്റ് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറയാം. ഓക്കെ, കട്ടർ ഈസ് മൗണ്ടഡ് ഓൺ എ ഹൊറിസോണ്ടൽ ആബർ ആൻഡ് ഇസ് റൊട്ടേറ്റഡ് ബൈ മോട്ടോർ പവർ. ഓക്കെ, ഒരു മോട്ടോർ പവർ വെച്ചിട്ടാണ് നമ്മൾ ഈ ടൂൾ ഹോൾഡിംഗ് ടോട്ടലായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഒരു ഹൊറിസോണ്ടൽ ആബർ ഉണ്ടാവും, അതിന് മേലെ നമ്മൾ ഒരു കട്ടർ മൗണ്ട് ചെയ്തിട്ടുണ്ടാവാം. ഓക്കെ, സോ ദിസ് ഇസ് എ വെരി കോമ്പാക്ട് ആൻഡ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻ, പ്ലെയിൻ മില്ലിംഗ് മെഷീൻ, ഹാൻഡ് മില്ലിംഗ് മെഷീൻ ആണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് എ കോളം ആൻഡ് നീ ടൈപ്പ് മില്ലിംഗ് മെഷീൻ. ഓക്കെ, അപ്പോൾ ഇതിൽ മൂവ്മെന്റ് നോക്കിയാൽ മതി. ഹാൻഡ് ഫീഡ് മൂവ്മെന്റ് ഓഫ് ദ ടേബിൾ എന്ന് പറയുന്നത് ഹാൻഡ് വെച്ചാണ്. ഓക്കെ, അത് സാധാരണ ഒരു ഹാൻഡ് മില്ലിംഗ് മെഷീൻ എന്ന് പറയുന്ന സാധനമാണ്. ഓക്കെ, ഇനി വേർട്ടിക്കൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻ എന്നുള്ളതൊക്കെ പറയുന്നത് പോലെ പ്ലെയിൻ മില്ലിംഗ് മെഷീൻ, അതായത് ഇനി ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ക്ലാസിഫൈഡ് ആസ് എങ്ങനെ പവർ സപ്ലൈ ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഡിഫറെൻറ്റ് മൂവ്മെൻറ്റ്സ് ഓഫ് ദ ടേബിൾ എങ്ങനെ വരുന്നു എന്നുള്ളത് ഡിഫറെൻറ്റ് ആക്സിസ് ഓഫ് റൊട്ടേഷൻസ്, റൊട്ടേഷൻ്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ, അതായത് ഏതൊക്കെ ആക്സിസ് എങ്ങനെയൊക്കെ റൊട്ടേറ്റ് ചെയ്യുന്നു, എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഒരു കോളം ആൻഡ് നീ ടൈപ്പിനെ പറ്റിയിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഡു യു ഹാവ് എ പ്രോബ്ലം, ലൈക്ക് എന്താ പറയുക, നമ്മൾ പാർട്സ് പറയാണ്ട് ഈ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളൊരു പ്രശ്നം വരുന്നുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടെങ്കിൽ എന്നോട് പറയാം, ഞാൻ ആദ്യം തന്നെ പാർട്സ് പറയാം, വിഷയമില്ല. അല്ലെങ്കിൽ ടൈപ്സ് തന്നെ പറഞ്ഞിട്ട് നമുക്ക് പാർട്സിലോട്ട് പോവാം. വാട്ട് യു പ്രിഫർ? പോയോ? പാർട്സ് കഴിഞ്ഞിട്ടാണോ ടൈപ്സിൽ പോകുന്നത്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജസ്റ്റ്, അതായത് പാർട്സ് ഞാൻ സെപ്പറേറ്റ് ജസ്റ്റ് വേണേൽ പറയാം ഇപ്പം. ഓക്കെ, എങ്ങനെയാണ് പാർട്സ് എന്നുള്ളത്. ഒരു കോളം ആൻഡ് നീ ടൈപ്പ് മില്ലിംഗ് മെഷീൻ എടുത്തു കഴിയുകയാണെങ്കിൽ വി ഡു ഹാവ് എ ബേസ്, അല്ലേ? നമുക്കൊരു ബേസ് ഉണ്ടാവും. ബേസിൽ പാർട്സിൽ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. യെസ്, ദിസ് ഇസ് ഇറ്റ്. ഓക്കെ, നമുക്കൊരു ബേസ് ഉണ്ടാവും. ഓക്കെ, ഒരു ബേസ് ഉണ്ട്. ദെൻ ഈ ഒരു ഫിഗറിൽ നിങ്ങൾ കാണുന്നത് ഒരു പ്ലെയിൻ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീനാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, ഈ ഒരു ഫിഗർ കാണുമ്പോൾ ഞാൻ ഈ പറയുന്ന മൂവ്മെന്റ്സ് ഒക്കെ ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, ഇപ്പം നമ്മൾ കോളം ആൻഡ് നീ ടൈപ്പ് പഠിക്കുന്നതല്ലേ, കോളം ആൻഡ് നീ ടൈപ്പ് പഠിക്കുന്ന സമയത്ത് കോളം ആൻഡ് നീ ടൈപ്പ് മാത്രമാണ് പഠിക്കുന്നത് ഇപ്പം തൽക്കാലത്തേക്ക്. ഇപ്പം ടൈപ്പിൻ്റെ കൂടെ തന്നെ പാർട്സ് പറയുകയാണ്. ഓക്കെ, പാർട്സ് ഓഫ് ദ ഹൊറിസോണ്ടൽ മില്ലിംഗ് മെഷീൻ അല്ലെങ്കിൽ സാധാരണ ഒരു മില്ലിംഗ് മെഷീൻ്റെ പാർട്സ് എന്ന് പറയുന്നത് വി ഡു ഹാവ് എ ബേസ്, ദെൻ യു ഹാവ് എ കോളം. കണ്ടോ, കോളത്തിൻ്റെ കൂടെ കോളം, ഇതാണ് കോളം അല്ലേ, വേർട്ടിക്കൽ കോളം. കോളത്തിന് കൂടെ ഒരു നീ, കണ്ടോ, ഇതിനെയാണ് നീ എന്ന് പറയുന്നത്, നീ ഷേപ്ഡ് കാസ്റ്റിംഗ്. ഓക്കെ, ദിസ് ഇസ് എ നീ ഷേപ്ഡ് കാസ്റ്റിംഗ്. ഓക്കെ, വി ക്യാൻ സ്ലൈഡ് ഇറ്റ് വേർട്ടിക്കലി, അല്ലേ? വേർട്ടിക്കൽ മൂവ്മെന്റ്, നീക്ക് ഒരു വേർട്ടിക്കൽ മൂവ്മെന്റ് ഉണ്ട്, ദാറ്റ് ഈസ് ഗിവൺ ത്രൂ എൻ എലിവേറ്റിംഗ് സ്ക്രൂ. ഓക്കെ, വെൻ വി ഹാവ് എ സാഡിൽ, ദെൻ എ ടേബിൾ, റൈറ്റ്? ഇനി ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആബർ എന്ന് പറയുന്ന സാധനം. ദിസ് ഈസ് വേർട്ടിക്കൽ, അല്ലേ? വേർട്ടിക്കൽ ആബർ. ഓക്കെ, ആബറിന് മേലെയാണ് നമ്മൾ കട്ടർ ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ദിസ് ഈസ് ഡ്രിവൺ ബൈ എ മോട്ടോർ. ഓക്കെ, അപ്പം ഈ സംഭവം കറങ്ങുന്ന സമയത്ത് കട്ടർ കറങ്ങും, റൈറ്റ്? ദിസ് ഈസ് എ സ്പിൻഡിൽ. ഓക്കെ, നേരത്തെ ഇത്ര കാലം നമ്മൾ ഡ്രില്ലിങ്ങിലൊക്കെ ഇപ്പോൾ ഡ്രില്ലിങ് സ്പിൻഡിൽ കറങ്ങുന്ന സമയത്ത് ബാക്കിയുള്ളത് കറങ്ങുന്നില്ലേ, അല്ലേ? റൈറ്റ്. അപ്പം ഇപ്പോൾ ഡ്രില്ലിങ് സ്പിൻഡിൽ കറങ്ങുന്ന സമയത്ത് നമ്മൾ എന്താണോ കണക്ട് ചെയ്തിരിക്കുന്നത്, ഡ്രിൽ ബിറ്റ് ആണെങ്കിൽ ഡ്രിൽ ബിറ്റ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് വൈസ് ആബർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് കട്ടർ റൊട്ടേറ്റ് ചെയ്യും, റൈറ്റ്?
ഹലോ, മനസ്സിലാവുന്നില്ലേ? ദെൻ Yes, sir. വി ഹാവ് എൻ ഓവർ ആം. ഇനി ബേസ് എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ ഓഫ് ദ മില്ലിംഗ് മെഷീൻ ആണ്, വിച്ച് സപ്പോർട്ട്സ് അല്ലെ എൻ്റെ സ്ട്രക്ചർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കോളം ടേബിളും എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫൗണ്ടേഷനാണ് നമ്മൾ ബേസ് എന്ന് പറയുന്നത് അല്ലേ, വിച്ച് ഗീവ്സ് എ സ്ട്രെങ്ത് ആൻഡ് റിജിഡിറ്റി ടു ദ മെഷീൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കോളം എന്ന് പറയുന്നത് എന്താണ്? മെയിൻ സപ്പോർട്ടിങ് ഫ്രെയിമിനെയാണ് നമ്മൾ കോളം എന്ന് പറയുന്നത്. നമ്മൾ വേർട്ടിക്കലായിട്ടുള്ള മൗണ്ട് ചെയ്യുന്ന, ബേസിന് മേലെ വെർട്ടിക്കലി മൗണ്ട് ചെയ്യുന്ന ഒരു ഫ്രെയിമിനെയാണ് നമ്മൾ കോളം എന്ന് പറയുന്നത്. കോളത്തിനുള്ളിലാണ് നമ്മൾ സാധാരണ മോട്ടോറോ അതർ ഡ്രൈവിംഗ് മെക്കാനിസംസ് ഓഫ് ദ സ്പിൻഡിൽസ് എല്ലാം വരുന്നത് അല്ലേ. ഇനി ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നമ്മൾ വെർട്ടിക്കൽ ഫേസ് ഓഫ് ദ കോളം അല്ലേ ഗൈഡ് വേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഈ ഗൈഡ് വേസിലൂടെയാണ് നമ്മൾ, അതായത് ഇവിടെ ഈ ഒരു ഗൈഡ് വേസ് ഇല്ലേ, ഈ ഗൈഡ് വേസിലൂടെയാണ് നമ്മൾ നീ എന്ന് പറയുന്ന സാധനത്തിന് മൂവ്മെന്റ് കൊടുക്കുന്നത്, സ്ലൈഡ് ചെയ്യുന്നത്. ബട്ട് അതിന് ഒരു എലിവേറ്റിംഗ് സ്ക്രൂവിൻ്റെ ഒരു സെറ്റപ്പ് കൂടെ ഉണ്ടാവും, റൈറ്റ്? ഓക്കെ, ദെൻ വി കൻ ടോക്ക് അബൌട്ട് നീ എന്ന് പറയുന്നത് ഒരു പോർഷനാണ് കോളത്തിൽ നിന്ന് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ. സോ ദ പോർഷൻ വിച്ച് പ്രൊജക്ട്സ് ഫ്രം ദ കോളം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇത് സ്ലൈഡ് അപ്പ് ആൻഡ് ഡൗൺ ആണ് അല്ലെ. അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റും, വിച്ച് ഇസ് നോൺ ആസ് എ നീ. ഓക്കെ, ഈ നീന്റെ മേലെയാണ് നമ്മൾ എന്ത് വെക്കുന്നത്? സാഡിൽ വെക്കുന്നത്. സാഡിലിന്റെ മേലെയാണ് ടേബിൾ വെക്കുന്നത്. ഓക്കെ, സോ നീ എന്ന് പറയുന്ന സാധനം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ഒരു എലിവേറ്റിംഗ് സ്ക്രൂ വെച്ചിട്ടുള്ളത്, റൈറ്റ്? പ്രൊവൈഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദ നീ. ഓക്കെ, നീന്റെ താഴെയായിട്ട് എലിവേറ്റിംഗ് സ്ക്രൂ ഉണ്ട്. സോ നീ ക്യാൻ ബി അഡ്ജസ്റ്റഡ് ബൈ യൂസിങ് ദിസ് എലിവേറ്റിംഗ് സ്ക്രൂ. ഓക്കെ, സാഡിൽ എന്ന് പറയുന്നത് യു നോ ദാറ്റ് സാഡിൽ അല്ലെ, സാഡിൽ സപ്പോർട്ട്സ് അല്ലെ, ടേബിളിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് സാഡിൽ എന്ന് പറയുന്നത്. സോ ഒരു ക്രോസ് വൈസ് മൂവ്മെന്റ്, ഞാൻ നേരത്തെ പറഞ്ഞു 3 ടൈപ്പ് ഓഫ് മൂവ്മെന്റ് ആണുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് ഈ നീന്റെ സെറ്റ് ടൈപ്പ് മൂവ്മെന്റ് അല്ലേ. നമുക്ക് ബാക്കി അടുത്ത ക്ലാസ്സിന് പറയാം. ഓക്കെ, പാർട്സിന്റെ ജസ്റ്റ് ഒരു ഓവറോൾ പാർട്സ് ഞാനിപ്പോൾ പറഞ്ഞത് ഓക്കെ അല്ല എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിന് പറയാം. ഓക്കെ.